AD 1896 എത്യോപ്യയിൽ ഇറ്റാലോ എത്യോപ്യൻ യുദ്ധത്തിന്റെ ഭാഗമായ ആഡ്വ യുദ്ധം നടക്കുന്ന സമയത്ത് വക്കാണ്ടയിലെ 2 യോദ്ധാക്കൾ വക്കാണ്ടയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ഒരു വൈബ്രേനിയം ആക്സ് വീണ്ടെടുക്കാനായിട്ട് എത്യോപ്യയിലെ യുദ്ധം നടക്കുന്ന ഒരു സിറ്റിയിലേക്ക് എത്തുന്നു. ആ വക്കാണ്ടൻ യോദ്ധാക്കളിൽ ഒരാൾ വക്കാണ്ടൻ വാർഡോഗായ കൂടെയും മറ്റൊരാൾ വക്കാണ്ടയുടെ രാജാവിന്റെ 3ാമത്തെ മകനായ പ്രിൻസ് ടഫാരിയുമാണ്. യുദ്ധത്തിനിടയിൽ വളരെ സേഫ് ആയിട്ട് വൈബ്രേനിയം ആക്സ് കൈക്കലാക്കി തിരികെ വക്കാണ്ടയിലേക്ക് പോകണമെന്ന ലക്ഷ്യത്തോടെയാണ് അവർ രണ്ടുപേരും എത്യോപ്യയിലേക്ക് എത്തിയത്. എന്നാൽ കൂടെയുടെ കണ്ണു വെട്ടിച്ച് പ്രിൻസ് ടഫാരി കൂടെയുടെ ഓർഡറുകളൊന്നും അനുസരിക്കാതെ വൈബ്രേനിയം ആക്സ് കൈക്കലാക്കി കൂടെയുടെ പക്കലേക്ക് എത്തി. കൂടയ്ക്ക് ഇത് കണ്ടിട്ട് വല്ലാത്ത ദേഷ്യം പ്രിൻസ് ടഫാരിയോട് തോന്നി. അത് മറ്റൊന്നും കൊണ്ടല്ല, തന്നോടൊപ്പം വന്ന പ്രിൻസ് ടഫാരിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് കൂടെയാണല്ലോ. എന്തായാലും തങ്ങൾ കൈക്കലാക്കിയ വൈബ്രേനിയം ആക്സും എടുത്തുകൊണ്ട് വക്കാണ്ടൻ കാറിൽ തിരികെ വക്കാണ്ടയിലേക്ക് പോവുകയാണ് കൂടെയും പ്രിൻസ് ടഫാരിയും. യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു അദൃശ്യ രൂപം വന്നിട്ട് അവരുടെ കാറിൽ ഇടിക്കുന്നതോടെ അവരുടെ വക്കാണ്ടൻ കാറ് മലക്കം മറിഞ്ഞു വീണു. എന്തായാലും ഭാഗ്യത്തിന് കൂടെയ്ക്കും പ്രിൻസ് ടഫാരിക്കും ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് തന്നെ ആ അദൃശ്യ രൂപം ദൃശ്യമാകാൻ തുടങ്ങി. മോഡേൺ ടെക്നോളജിയിൽ നിർമ്മിച്ച ഒരു ബ്ലാക്ക് പാന്തർ സ്യൂട്ടാണ് ആ വ്യക്തി ഇട്ടേക്കുന്നത്. വൈബ്രേനിയം ആക്സ് കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയോട് കൂടെയും പ്രിൻസ് ടഫാരിയും അവരെ കൊണ്ട് പറ്റുന്നത് പോലെയെല്ലാം പോരാടി. എന്തായാലും പോരാട്ടത്തിനൊടുവില് കൂടെയും പ്രിൻസ് ടഫാരിയും ആ വ്യക്തിയെ തോൽപ്പിക്കുമെന്ന സ്ഥിതി ആയപ്പോഴേക്കും ആ വ്യക്തി തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ അവർ ഒരു സ്ത്രീയാണ്. അവർ വന്നത് 500 വർഷങ്ങൾക്ക് മുൻപുള്ള ഫ്യൂച്ചറിൽ നിന്നുമാണ്. മാത്രമല്ല അവളാണ് വക്കാണ്ടയുടെ ഏറ്റവും അവസാനത്തെ ക്യൂനും ഏറ്റവും അവസാനത്തെ ബ്ലാക്ക് പാന്തറും. അവൾ തന്റെ ഫ്യൂച്ചർ ടെക്നോളജിയുടെ സഹായത്തോടെ 500 വർഷങ്ങൾക്ക് മുൻപ് ഫ്യൂച്ചറിൽ നടന്ന കാര്യങ്ങൾ കൂടെയ്ക്കും പ്രിൻസ് ടഫാരിക്കും കാണിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അവൾ 500 വർഷങ്ങൾ പാസ്റ്റിലേക്ക് വന്നത് കൂടെയോടും പ്രിൻസ് ടഫാരിയോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. 500 വർഷങ്ങൾക്ക് മുൻപ് ഫ്യൂച്ചറിൽ ഹോട്ട്സ് എന്ന ഏലിയൻസ് എർത്തിനെ ഇൻവേഡ് ചെയ്ത് വക്കാണ്ട ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നു. എർത്തിന്റെ അവസാന ഹോപ്പ് വക്കാണ്ടയാണ്. വക്കാണ്ടയും ഏത് നിമിഷവും നശിക്കപ്പെട്ടേക്കാം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഹോട്ട്സ് എന്ന ഏലിയൻസിനോട് പോരാടാൻ തയ്യാറായെങ്കിലും വക്കാണ്ട അതിന് തയ്യാറായില്ല. വക്കാണ്ടയുടെ സഹായം മറ്റ് രാജ്യങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാവത്തില്ലായിരുന്നു. 500 വർഷങ്ങൾക്ക് മുൻപ് ഫ്യൂച്ചറിൽ ഇതെല്ലാം സംഭവിക്കാൻ കാരണം കൂടെയും പ്രിൻസ് ടഫാരിയും എത്യോപ്യയിൽ നിന്ന് വൈബ്രേനിയം ആക്സ് എടുത്തോണ്ട് വന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ വൈബ്രേനിയം ആക്സ് കാലങ്ങൾക്ക് ശേഷം ബ്രിട്ടനിലെ ഒരു മ്യൂസിയത്തിൽ നിന്ന് എറിക് സ്റ്റീവൻസ് അഥവാ കിൽമോങ്ങർ കണ്ടെത്തണം. മാത്രമല്ല ആ കാലത്തെ ടീച്ചല്ല എന്ന വക്കാണ്ടയുടെ രാജാവ് വക്കാണ്ടയെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടതായിട്ടും സംഭവിക്കണം. പ്രിൻസ് ടഫാരി എത്യോപ്യയിൽ നിന്ന് വൈബ്രേനിയം ആക്സ് എടുത്തതോടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കാതെ യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരുന്ന ടൈം ലൈൻ ചേഞ്ച് ആയിട്ട് ഭൂമിക്ക് തന്നെ അത് വിനാശകരമായിട്ട് ബാധിക്കുന്നു. ആരാണോ ആ വൈബ്രേനിയം ആക്സ് എടുത്തത്, എവിടെ നിന്നാണോ അതെടുത്തത്, അത് അവിടെ തന്നെ എക്സാക്ട് ലൊക്കേഷനിൽ കൊണ്ടുവച്ചാൽ ടൈം ലൈൻ പഴയതുപോലെ നോർമലായിട്ട് പോകും. ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും കൂടെയും പ്രിൻസ് ടഫാരിയും അവളെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവൾ ഒരു വലിയ രഹസ്യം കൂടെയോടും പ്രിൻസ് ടഫാരിയോടും പറയുന്നു. അതായത് പ്രിൻസ് ടഫാരിയുടെ അമ്മയായ വക്കാണ്ടയുടെ റാണി 4ാമതും ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ തയ്യാറായിട്ടുണ്ടെന്ന്. മാത്രമല്ല ആ കുട്ടി ഒരു പെൺകുട്ടിയായിരിക്കുമെന്നും അവൾ അവരോട് പറയുന്നു. ഈ രഹസ്യം വക്കാണ്ടയുടെ രാജകുടുംബത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പ്രിൻസ് ടഫാരി കൂടെയോട് പറയുന്നു. അവൾ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ കൂടെയും പ്രിൻസ് ടഫാരിയും ആ വൈബ്രേനിയം ആക്സ് തിരികെ എത്യോപ്യയിൽ തന്നെ കൊണ്ടുവെക്കാൻ തീരുമാനിക്കുന്നു. പാസ്റ്റിൽ അധിക നേരം അവൾക്ക് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് അവൾ അപ്രത്യക്ഷയായി പോകുന്നു. ഫ്യൂച്ചറിൽ ഹോട്ട്സ് എന്ന ഏലിയൻസ് ഡോറ മിലാജയും ഫ്യൂച്ചറിലെ ബ്ലാക്ക് പാന്തറിനെയും ഒക്കെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. എവിടെ നിന്നാണോ ഏത് സ്ഥലത്ത് നിന്നാണോ താൻ വൈബ്രേനിയം ആക്സ് എടുത്തത് അത് അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് പ്രിൻസ് ടഫാരി അവിടെ തന്നെ കൊണ്ടുവെക്കുന്നു. അതോടെ ടൈം ലൈൻ റീസെറ്റ് ആയി നോർമൽ ആവുകയാണ്. തിരികെ വക്കാണ്ടയിലേക്ക് എത്തിയ ടഫാരി വൈബ്രേനിയം ആക്സ് യുദ്ധത്തിൽ നശിക്കപ്പെട്ടു പോയി എന്ന് രാജകുടുംബത്തോട് കള്ളം പറയുന്നു. ഫ്യൂച്ചറിൽ എന്താകും സംഭവിച്ചതെന്ന് പ്രിൻസ് ടഫാരിക്കും കൂടെയ്ക്കും അറിയത്തില്ല. എന്നാലും വക്കാണ്ടയുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിച്ചതിൽ അവർക്ക് നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഫ്യൂച്ചറിലെ വക്കാണ്ടയുടെ റാണി പറഞ്ഞതുപോലെ എറിക് സ്റ്റീവൻസ് അഥവാ കിൽമോങ്ങർ ബ്രിട്ടനിലെ മ്യൂസിയത്തിൽ നിന്ന് വൈബ്രേനിയം ആക്സ് കണ്ടെടുക്കുന്നതോടെ കഥ അവസാനിക്കുന്നു.